ഇപ്പം നമ്മൾ സിബിൻ്റെ ഇഷ്യൂ നടന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുമ്പത്തെ ആഴ്ച എങ്ങാണ്ടായിരുന്നു വിഷുവിൻ്റെ സെലിബ്രേഷനോ സംതിങ് വാസ്. അതിലൊരു സെഗ്മെന്റ് മുഴുവൻ സിബിൻ ആയിരുന്നു. ഹി കെയിം ആസ് ദാറ്റ് നമ്പൂതിരി. ഭയങ്കര രസമല്ലായിരുന്നു. ഞങ്ങളൊക്കെ ചിരിച്ച് ആ മൊത്തം എനിക്ക് തോന്നുന്നു 16 പേരോ 17, ഐ ഡോണ്ട് റിമെമ്പർ ഹൗ മെനി ഓഫ് ദം, അവരെ മൊത്തം ചെയ്തത് സിബിനെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരാൾക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടെങ്കിൽ വൈ ഡു യു വോണ്ട് ഗിവ് ഇറ്റ് ടു സിബിൻ അല്ലേ? നമുക്കത് തീരുമാനിച്ചു സിബിനെ കൊടുക്കണ്ട, വേറൊരാൾക്ക് കൊടുത്താൽ മതി. ഇത്രയും ഒരു ഫുൾ സെഗ്മെന്റ് ലെങ്ത് കോണ്ടന്റ് ആണത് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടൊന്നുമില്ല. അത് ഓരോ വീക്കിൽ നമ്മൾ നടക്കുന്ന സിറ്റുവേഷൻസ് എടുത്തു വന്നപ്പോൾ സിബിൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ല. ഐ തിങ്ക് യു ഗൈസ് നോ വാട്ട് വാസ് ദ സിറ്റുവേഷൻ. ഹി ഷോഡ് സംതിങ് ടു സംവൺ ആൻഡ് ഇറ്റ് ബിക്കെയിം എ ബിഗ് ഇഷ്യൂ. അത് അഡ്രസ്സ് ചെയ്ത സമയത്ത് എസ്കലേറ്റ് ആയി പോയ കാര്യങ്ങളാണ്, അല്ലാതെ നമ്മൾ ആരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ആൻഡ് സിബിൻ വാസ് എ ഗുഡ് കണ്ടസ്റ്റന്റ് അല്ലേ? എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡിൽ വന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് സിബിൻ. ഐ എം സോറി സിബിൻ. I was like surprised. സിബിൻ ഒരിക്കലും അങ്ങനെ ആയി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ തോട്ട് ഹി വുഡ് ബി ഗൈ ഹു വുഡ് ഓക്കെ സാറ് പറഞ്ഞു അതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, അതിന് കേട്ട് തീർന്നു അല്ലേ? നാളെ പുതിയ എപ്പിസോഡാണ്, ഇറ്റ്സ് എ ഷോ. ഐ ഡോണ്ട് നോ. പക്ഷേ ഇപ്പം ബിഗ് ബോസ് ഷോയാണ്, അവിടെ മ്യൂട്ട് ചെയ്യേണ്ട സാധനം വ്യക്തമായിട്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാണിക്കേണ്ടതായിട്ടുള്ള വിഷയസ് കാണിക്കാതിരിക്കുന്നുണ്ട്. സിബിൻ വിഷയം മനഃപൂർവ്വം ടെലികാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ സാധനം അവിടെ കട്ട് ചെയ്യാമായിരുന്നു, ഇതിനെ ഇത്രയും വലുതാക്കണ്ട എന്നൊരു ചർച്ചയുണ്ട്. ശരിക്കും അത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ സാധനം പുറത്തു വിട്ടു, അത് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നത്തിലേക്ക് ഇത് മാറി എന്നുള്ളത്. കണ്ടന്റിന് വേണ്ടിയിട്ടല്ല എല്ലാവരും ചെയ്യുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കണ്ടന്റ് ചെയ്യും, പക്ഷേ എവറിത്തിങ് ഇസ് കോണ്ടന്റ് അല്ലേ? എവറിത്തിങ് ഇസ് കോണ്ടന്റ്. ഇത് അതിന് വേണ്ടിയിട്ട് പുറത്തു വിടുന്നതല്ല. ഇപ്പം ഒരു ഫൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കി ചെയ്യപ്പെടുന്നത്. ലൈക്ക് വെൻ വി സീ ബിഗ് ബ്രദേഴ്സ് എബ്രോഡ്, അവർ ഫൈറ്റിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇറ്റ്സ് വെരി ഹാർഡ്. അത് ഓരോ നാടിൻ്റെ ഒരു ബിഗ് ബോസ് ഇസ് റണ്ണിങ് അറൗണ്ട് ദ വേൾഡ്. ബിഗ് ബ്രദർ എന്ന രീതിയിൽ റഷ്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഓരോ കൾച്ചർ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ? അപ്പം ഇവിടെ അത്യാവശ്യം ഫൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഫൈറ്റ്സ് ഹാപ്പൻസ്. എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും വരുന്നത് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പം ഇന്നലത്തെ ഷോയുടെ കണ്ടു തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ ഫൈറ്റ് ഉണ്ടായി. അത് ഫൈറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്യാറുണ്ട്, മ്യൂട്ട് ചെയ്യേണ്ട ഭാഗം മ്യൂട്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇത് തെറ്റാന്ന് അറിഞ്ഞിട്ടും ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ബ്ലർഡ്. എൻ്റെ പോർഷൻ അല്ല അതൊന്നാമത്തത്, അത് റിയാലിറ്റി ടീമിൻ്റെ ആണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ഡിസിഷൻ ചോദിക്കേണ്ടത് റിയാലിറ്റി ടീമാണ്. ഐ എം നോട്ട് പാർട്ട് ഓഫ് ദ റിയാലിറ്റി. ഞാൻ അവിടെ തേഴ്സ്ഡേ വരുന്നു അല്ലെങ്കിൽ ഫ്രൈഡേ വരുന്നു. റിയാലിറ്റി ടീം എന്ത് ചെയ്യുന്നു, എന്താണോ ടി വിയിൽ ടെലികാസ്റ്റ്. ഞാൻ എപ്പിസോഡാണ് കാണുന്നത്, ഞാൻ ലൈവ് ഇരുന്ന് കണ്ടിട്ട്, കാരണം നമ്മൾ ചെയ്യുന്നത് ടി വിക്ക് വേണ്ടിയിട്ടാണ്. സോ ടി വിയിൽ ഞാൻ എന്ത് ടെലികാസ്റ്റ് ചെയ്തു അത് വി ഡിസ്കസ്. Okay, so there are points sometimes we take because ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവ് വരാൻ തുടങ്ങിയിട്ട് ദിസ് ഇസ് തേർഡ് ഇയർ അല്ലേ? നമ്മൾ സീസൺ 4 ലൈവ് ഫസ്റ്റ് വന്നത്. 5, 6, 7. അപ്പം ഈ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ കാണുന്നുള്ളായിരുന്നു. ഇപ്പോൾ ദർ ഇസ് എൻ ഓപ്ഷൻ. അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും. കാണിക്കാത്തതും കാണാത്തതും നമ്മൾ എന്ത് സ്ട്രീമിൽ എടുത്താലും അത് വരും. ആൻഡ് ദർ ഇസ് എ ലിമിറ്റേഷൻ ഇല്ലേ, 1.5 hours എന്ത് കാണിക്കാൻ പറ്റും. സോ അതിൽ ഹൈ പോയിന്റ്സ് മാത്രമേ കാണും. സോ ഇപ്പോൾ അഡ്വാൻറ്റേജ് ആണ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദെൻ ദാറ്റ് ഈസ് ക്ലിയർലി അപ് ടു നമ്മൾ ഡിസ്കസ് ചെയ്ത് അവിടെ ചെന്നിട്ട് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കാറ്. പക്ഷെ അതർവൈസ് നമ്മൾ റിയാലിറ്റി ടീമിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, റിയാലിറ്റി ടീം അന്നത്തെ എപ്പിസോഡുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നാറില്ല. കാരണം അങ്ങനെ ആർക്കും മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല. ബിഗ് ബോസിൽ ഒരു റൂൾ ആസ് ഫാർ എൻഡമോൾ ഇസ് കൺസേൺ വിച്ച് ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്, കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളെ ആദ്യം തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആരെയും തമ്മിൽ വകഭേദം പാടില്ലെന്നുള്ളതാണ്. എല്ലാവരും ഈക്വലി കാണണം എന്നുള്ളതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.